തൃപ്പൂണിത്തുറയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ 3 പതിറ്റാണ്ടിലേറെക്കാലം അനിഷേധ്യ സാന്നിധ്യമായി ജ്വലിച്ചു നിന്ന ഒരു വലിയ അധ്യായത്തിനാണ് കെ ബാബുവിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനത്തോടെ തിരശീല വീഴുന്നത്. കൊച്ചിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും വിശ്വസ്തരായിട്ടുള്ള അണികളുടെയും സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത വികാര നിർഭരമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനുണ്ടാവില്ലെന്ന് അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പാർട്ടിയും UDF നേതൃത്വവും അദ്ദേഹം വീണ്ടും ജനവിധി തേടണമെന്ന് ഏകകണ്ഠമായി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ സജീവ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ 1991 തുടങ്ങിയ ആ ഐതിഹാസിക ജൈത്രയാത്രയ്ക്കാണ് തൃപ്പൂണിത്തുറയുടെ മണ്ണിൽ രാഷ്ട്രീയമായി പൂർണ്ണകാല വിരാമമാകുന്നത്. കേരള രാഷ്ട്രീയത്തിലെ അതികായന്മാർ പോലും വിറച്ച മണ്ണിൽ തന്റെ രാഷ്ട്രീയ വ്യക്തിത്വം ഊട്ടിയുറപ്പിച്ച നേതാവാണ് കെ ബാബു. അങ്കമാലി നഗരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ എന്ന നിലയിൽ ഭരണരംഗത്ത് ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കെയാണ് കെ ബാബു തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ നിർണായകമായ വഴിത്തിരിവായത് തൃപ്പൂണിത്തുറ എന്ന മണ്ഡലമായിരുന്നു. 1991 കേരളം ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പിൽ CPM-ന്റെ കരുത്തനായ നേതാവും LDF-ന്റെ ഉരുക്കു മനുഷ്യനുമായ MM ലോറൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. ഇടതുപക്ഷത്തിന്റെ തകർക്കാനാവാത്ത കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന തൃപ്പൂണിത്തുറയിൽ ഒരു യുവ കോൺഗ്രസ് നേതാവ് നടത്തിയ അട്ടിമറി വിജയം അക്കാലത്തെ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ആ വിജയത്തോടെ ജയൻ കില്ലർ എന്ന ഖ്യാതിയും ബാബുവിന് സ്വന്തമായി. പിന്നീട് 1996 മുതൽ 2011 വരെ നടന്ന 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി വിജയിച്ചുകൊണ്ട് അദ്ദേഹം മണ്ഡലത്തെ UDF-ന്റെ സുരക്ഷിതമായൊരു തുരുത്താക്കി മാറ്റി. ഉമ്മൻചാണ്ടി സർക്കാരിൽ എക്സൈസ്, തുറമുഖം എന്നീ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത കെ ബാബു കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ വലിയ അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ പ്രാരംഭ നടപടികളിലും കൊച്ചി മെട്രോയുടെ നിർമ്മാണ വേളയിലുണ്ടായ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഭരണാധികാരി എന്ന നിലയിൽ ഫയലുകൾ വേഗത്തിൽ തീർക്കുന്നതിനും വികസന പദ്ധതികൾ കൃത്യസമയത്ത് നടപ്പിലാക്കുന്നതിനും അദ്ദേഹം എന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയ ജീവിതം എപ്പോഴും സുഗമമായിരുന്നില്ല. കടുത്ത വെല്ലുവിളികളും വിവാദങ്ങളും അദ്ദേഹത്തെ പലപ്പോഴും വേട്ടയാടി. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് ഉയർന്നു വന്ന ബാർക്കോഴ വിവാദങ്ങൾ കെ ബാബുവിനെ വലിയ പ്രതിരോധത്തിലാക്കി. ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടു നിന്ന പശ്ചാത്തലത്തിൽ 2016 നടന്ന തിരഞ്ഞെടുപ്പിൽ CPM-ന്റെ യുവതുർക്കി M സ്വരാജിനോട് അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ പരാജയത്തിൽ തളർന്നു പോകുന്ന പ്രകൃതമായിരുന്നില്ല കെ ബാബുവിൻ്റെത്. 5 വർഷം മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചും ജനങ്ങളുമായുള്ള ബന്ധം പുതുക്കിയും അദ്ദേഹം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തി. 2021 വീണ്ടും M സ്വരാജിനെതിരെ മത്സര രംഗത്തിറങ്ങിയ അദ്ദേഹം തീ പാറുന്ന പോരാട്ടത്തിനൊടുവിൽ മണ്ഡലം തിരിച്ചുപിടിച്ചു. കോടതി വ്യവഹാരങ്ങൾ വരെ നീണ്ട ആ വിജയത്തോടെ താൻ ഇപ്പോഴും തൃപ്പൂണിത്തുറയുടെ പ്രിയങ്കരനാണെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. മത്സരിച്ച 7 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും 6ലും വിജയിച്ചു എന്ന അപൂർണമായിട്ടുള്ള നേട്ടത്തോടെയാണ് അദ്ദേഹം ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി മണ്ഡലത്തിൽ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. തൃപ്പൂണിത്തുറയുടെ വോട്ടർമാരുടെ മനസ്സറിയുന്ന, അവരുടെ പ്രശ്നങ്ങളെ നേരിട്ടറിയപ്പെടുന്ന ഒരു ജനകീയ നേതാവ് എന്ന പ്രതിച്ഛായയാണ് അദ്ദേഹത്തിന് തുണയായത്. കെ ബാബുവിന്റെ പിന്മാറ്റം തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസിന് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഒരു മണ്ഡലത്തെ 30 വർഷത്തിലേറെ കാലം തന്റെ കൈവെള്ളയിൽ എന്ന പോലെ കൊണ്ടു നടന്ന ഒരു നേതാവിന് പകരക്കാരനെ കണ്ടെത്തുക എന്നത് UDF-നെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോഴും താൻ പാർട്ടിയിൽ സജീവമായി തുടരുമെന്ന്, സംഘടനാ ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുക എന്ന രാഷ്ട്രീയ ഔചിത്യം ഉയർത്തിപ്പിടിച്ചാണ് ഈ മടക്കം. തൃപ്പൂണിത്തുറയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കെ ബാബു എന്ന പേര് ഇനി വോട്ടർ പട്ടികയിലെ സ്ഥാനാർത്ഥി കോളത്തിൽ ഉണ്ടാവില്ലെങ്കിലും അദ്ദേഹം നടത്തിയ വികസനങ്ങളും ആ വലിയ രാഷ്ട്രീയ ജീവിതവും വരും കാലത്ത് ചർച്ച ചെയ്യപ്പെടും. ഒരു രാഷ്ട്രീയ യുഗത്തിന് വിരാമമിട്ട് അദ്ദേഹം മടങ്ങുമ്പോൾ തൃപ്പൂണിത്തുറ ഇനി ആരുടെ കൈകളിലേക്ക് എന്ന ചോദ്യമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉയരുന്നത്.